ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ 3 പേരും കൂടെ ആദിയോഗി ശിവ സ്റ്റാച്യു കാണാൻ പോവാണ് കോയമ്പത്തൂരിൽ. ഇവർ രണ്ടുപേരും എറണാകുളത്ത് നിന്ന് ട്രെയിൻ കയറി, ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ കയറിയുള്ളൂ. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ അത്. നമ്മൾ പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ ഇങ്ങനെ പോവായിരുന്നു. അപ്പോഴാണ് ഈ ബുക്സ് വിൽക്കണ ഒരു ചേട്ടൻ വന്നത്. നമ്മൾ കുറേ ബുക്സൊക്കെ ഇങ്ങനെ നോക്കി കുറേ നേരം നോക്കി നിന്നു കേട്ടോ. എന്താ വാങ്ങണ്ടേന്നൊരു ഐഡിയ ഉണ്ടായില്ല. പിന്നെ ലാസ്റ്റ് 2 ബുക്ക് ഞാൻ വാങ്ങി. ഈ കാണുന്ന ബുക്സാണ് വാങ്ങിയത്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് അസ്, ഇറ്റ് എൻഡ്സ് വിത്ത് അസ്. അത് രണ്ടും പാർട്ട് 1 പാർട്ട് 2 ആണ്. അതുകൊണ്ടാണ് രണ്ടും വാങ്ങിയത് കേട്ടോ. പിന്നെ വീണ്ടും കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫോണിൽ ചാർജ് തീരാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോറിൻ്റെ അവിടെ വന്ന് നിന്നാണ്. അപ്പം തന്നെ ഒരു വീഡിയോ കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഈ ട്രെയിൻ കോയമ്പത്തൂർ വരെ പോവില്ല. അതിന് മുന്നത്തെ കോടന്നൂർ ജംഗ്ഷനിൽ നിർത്തും. അത് കഴിഞ്ഞ് ഡൈവേർട്ട് ചെയ്ത് പോകുന്നവർ അനൗൺസ് ചെയ്തായിരുന്നു. അതുകൊണ്ട് നമ്മൾ കോടന്നൂർ ഇറങ്ങിയിട്ട് നടക്കുകയാണ്. നെക്സ്റ്റ് കോയമ്പത്തൂർ ബസ്സോ അല്ലെങ്കിൽ അടുത്ത ട്രെയിൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അതെ, കോടന്നൂർ ജംഗ്ഷനാണ് കേട്ടോ. ഞങ്ങളവിടെ ഒരു പോലീസിനെ കണ്ട് ചോദിച്ചപ്പോൾ 10 മിനിറ്റിൽ നെക്സ്റ്റ് പാസഞ്ചർ വരും കോയമ്പത്തൂർക്ക് അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ട്രെയിൻ ടിക്കറ്റ് ഓൾറെഡി കോയമ്പത്തൂർക്ക് എടുത്തത് കൊണ്ട് ഞങ്ങൾ വേറെ എടുക്കാൻ പോയില്ല. 10 മിനിറ്റ് എന്നും പറഞ്ഞിട്ട് നമ്മളൊരു അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും കോയമ്പത്തൂർക്കുള്ള പാസഞ്ചറിന് വേണ്ടിയിട്ട്. നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റിംഗ് റൂമിലൊക്കെ ആയിട്ട് നിന്നു. ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ. അതിനിടയ്ക്ക് ഒരു ചേച്ചി പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കണ കണ്ടു. അപ്പോൾ അത് ചുമ്മാ ഒന്ന് എടുത്തതാണ്. പിന്നെ നമ്മൾ ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നാണ്. ഈ സ്റ്റേഷനിലുണ്ടല്ലോ കടകളൊന്നുമില്ല കേട്ടോ, വലിയ ആളെനക്കൊന്നുമില്ല. അത് കോയമ്പത്തൂർ പോവാത്തതുകൊണ്ട് ഇവിടെ ആൾക്കാർ ഇറങ്ങിയതാന്ന് തോന്നുന്നു. അധികം ആളുകളൊന്നും കണ്ടില്ല. പിന്നെ നമ്മളിതേ കോയമ്പത്തൂർ സ്റ്റേഷൻ ഇറങ്ങി കേട്ടോ. പാസഞ്ചറിൽ കയറി കോയമ്പത്തൂർ സ്റ്റേഷനിലെ എസ്കലേറ്ററാണത്. പിന്നെ നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ആര്യാസ് ഹോട്ടൽ കണ്ടു. ആര്യാസ് കണ്ടപ്പോൾ അവിടെ തന്നെ കയറി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കേർഡ് റൈസ് വാങ്ങി. കവിത വെജ് ബിരിയാണിയാണ് വാങ്ങിയത്. അത് എടുക്കാൻ മറന്നുപോയി, കഴിച്ചു കഴിഞ്ഞോൾ. കവിത ഈ ക്യാമറ കണ്ട ഓടുന്ന ടൈപ്പാണ് കേട്ടോ. അതാണ് ഇങ്ങനെ. സ്വാതി നോക്കി ചിരിക്കുന്നുണ്ട്. കേർഡ് റൈസ് കഴിച്ചിട്ട് വിശപ്പ് മാറാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും നെയ് റോസ്റ്റ് വാങ്ങി കഴിച്ചായിരുന്നു. അവിടെ പോയിട്ടൊന്നും കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്നത് ബസ് യാത്രയാണ്. അവിടെ നിന്ന് തന്നെ നമുക്ക് ആദിയോഗിയിലേക്കുള്ള ബസ് കിട്ടിയായിരുന്നു. 14D ആണ് കേട്ടോ നമ്പർ. അവിടെയൊക്കെ നമ്പർ വെച്ചിട്ടാണല്ലോ ഓരോ സ്ഥലത്തേക്ക് പോണത്. ഇങ്ങനെ നമുക്ക് സ്ഥലപ്പേരൊന്നും എഴുതിയിട്ടുണ്ടാവില്ല. ബസ് യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ നീണ്ട യാത്രയായിരുന്നു. ഒരു മണിക്കൂറോളം നമ്മളിങ്ങനെ നിന്ന് പോവുകയാണ്. ബസ്സിൽ നല്ല തിരക്കായിരുന്നു. ആദിയോഗിയുടെ അവിടേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബസ് സ്റ്റോപ്പ് എത്തിയെന്ന് വിചാരിച്ച് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. പക്ഷേ അകത്തേക്ക് കയറ്റുമെന്ന് പറഞ്ഞു. നമ്മൾ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ കുറേ ദൂരം നടക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി. ആദിയോഗി സ്റ്റാച്യു കണ്ടു. ഇതേ കണ്ടോ, അകലെ നിന്നുള്ള വ്യൂ ആണ്. പിന്നെ ഇവിടെ മാപ്പൊക്കെ എഴുതിയിട്ടുണ്ട്. ഓരോന്നും എവിടെയാണ്, എന്തൊക്കെ ഇവിടെ കാണാനുണ്ട് എന്നുള്ളതൊക്കെ ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എത്ര മണിക്കാണ് നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ്. നമ്മളൊരു 3 മണിക്ക് അവിടെ നിന്ന് ബസ് കയറിയിട്ട് ഒരു 4 മണി ആയപ്പോഴത്തേക്കും ഇവിടെ എത്തി. നല്ല വെയിലായിരുന്നു. ഒരു 5 മണി കഴിഞ്ഞിട്ടൊക്കെയാണ് എത്തിയതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നല്ല വെയിലായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കുറേ പേര് കാളയ്ക്ക് തീറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ടാണ് ഈ കാളയ്ക്ക് തീറ്റ കൊടുക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ കുറേ നേരം നിൽക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ, തിന്നിട്ട് പോയാൽ മതി എന്നുള്ള മൈൻഡിലാന്ന് തോന്നുന്നു. നോക്കിയപ്പോൾ ഉണ്ട് ഇവിടെ ഒരാൾ ഒറ്റപ്പെട്ട പോലെ നിൽക്കുന്നു. ആദ്യം കണ്ടപ്പോൾ പാവം തോന്നിയിരുന്നുണ്ടെങ്കിലും പിന്നെ മനസ്സിലായി ആളുടെ കയ്യിലിരിപ്പ് കാരണമാണ് ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കേണ്ട അവസ്ഥ വന്നതെന്ന്. അതെന്തായാലും നമുക്ക് എന്താ സംഭവം എന്നുള്ളത് കാണാം. ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര തീറ്റയാണ് ഗൈസ്. ഞങ്ങൾ കുറേ നേരം അവിടെ നോക്കി നിൽക്കൽ തന്നെ ഉണ്ടായുള്ളൂ. ഞങ്ങൾ വാങ്ങി തീറ്റ കൊടുക്കാനൊന്നും പോയില്ല. കാരണം ഓൾറെഡി കുറേ പേര് വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളത് വാങ്ങാനൊന്നും നിന്നില്ല. ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ കഴിക്കണത് നോക്കി ഇങ്ങനെ നിന്നു. പിന്നെ നമ്മുടെ ഈ കാളകളൊക്കെ നമ്മൾ തൊടുമ്പോൾ പ്രശ്നമൊന്നുമില്ല. അവരൊക്കെ തൊടുന്നൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് പേടിയാണ്. അവർ ഇങ്ങനെ തൊടുന്നൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ആ കൊമ്പ് കാണുമ്പോൾ തന്നെ ഒരു പേടിയാണ്. പിന്നെ ഇവൻ്റെ സ്വഭാവം കണ്ടോ, നമുക്ക് തൊടാൻ പോയിട്ട് അവിടെ അടുത്ത് നിൽക്കാൻ തന്നെ പേടിയാണ്. കണ്ടോ, ഇതാണ് അവസ്ഥ. അവിടെ നിൽക്കുന്ന ആളുടെ അടുത്ത് പോലും അടങ്ങുന്നില്ല. അതിപ്പോൾ നമുക്ക് കാണാം.
കണ്ടോ, അവിടെ നിൽക്കുന്ന ആളുടെ അടുത്ത് പോലെ അടങ്ങുന്നില്ല അത്. പിന്നെയാണ് നമ്മുടെ അടുത്ത്. ഞാൻ പിന്നെ ആ പരിസരത്തോട്ട് പോയില്ല. ബാക്കിയുള്ളവരൊക്കെ നല്ല അച്ചടക്കത്തോടു കൂടെ നിന്ന് കഴിക്കുന്നുണ്ട്. കുട്ടികൾ പോലും പേടിക്കാണ്ട് അടുത്ത് നിൽക്കുന്നൊക്കെയുണ്ട്. കണ്ടോ, ഒരു കുഴപ്പമില്ല. ഒരെണ്ണം മാത്രമാണ് ഇങ്ങനെ അടഞ്ഞു നിൽക്കുന്നത്, ബാക്കിയൊന്നും കുഴപ്പമില്ല. പിന്നെ നമ്മൾ വീണ്ടും ശിവ സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നമ്മൾ നടന്ന് അടുത്ത് എത്തിയിട്ടുണ്ട്. എന്ത് ഭംഗിയല്ലേ കാണാൻ. നല്ലോണം ആൾക്കാരുണ്ട്. വെയിലാണെങ്കിലും ആൾക്കാരുടെ എണ്ണത്തിന് കുറവൊന്നുമില്ല. കുറേ പേര് ഇഷാ ടെമ്പിൾ പോയിട്ട് തിരിച്ച് വരുന്നുണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ അവിടെ എത്തിയിട്ടേ ഉള്ളൂ. ഇനി വേണം ഇഷാ ടെമ്പിളിലൊക്കെ പോവാൻ. പിന്നെ നമ്മൾ അവിടെ നിന്ന് റൗണ്ട് ചുറ്റി ബാക്കിൽ കുറച്ച് തണലുണ്ടായിരുന്നു, അവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ടായിരുന്നു, അവിടെ പോയിരുന്നു. അപ്പോൾ ഈ ചെറിയ കുട്ടീനെ കണ്ടു. ഇത് നല്ല രസമായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ കീ സൗണ്ട് ഉണ്ടാക്കി നടക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ നമ്മളവിടെ കുറേ കാളവണ്ടീനെയൊക്കെ കണ്ടു കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇഷാ ടെമ്പിളിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഇവർ ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാളവണ്ടി കയറി പോകാൻ പറ്റും. പക്ഷേ നമ്മൾ കാളവണ്ടിയിലൊന്നും കയറിയില്ല, നടന്ന് തന്നെ പോയി. കാരണം അത്യാവശ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നു. നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും, ക്യൂ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ നടന്ന് തന്നെ പോയി. അധികം ദൂരമൊന്നുമില്ല, നമുക്ക് കാളവണ്ടിയിൽ കയറണമെന്നുണ്ടെങ്കിൽ കയറി പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഈ കാളവണ്ടിയുടെ കൂടെ തന്നെ ഇങ്ങനെ നടന്നു പോയി. കുറേ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ വണ്ടി ഉണ്ട് കേട്ടോ, കാളവണ്ടി അല്ലാണ്ട്. നമ്മളിപ്പോൾ ഇഷാ ടെമ്പിളിലേക്ക് നടന്നു പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ അവിടെ നിന്ന് തിരിച്ച് വരുന്നവരാണ് ഈ കാണുന്നത്. ഈ കാളവണ്ടിയിലൊക്കെ ആയിട്ട് തിരിച്ച് വരുന്നവരാണ് അവിടെ പോയിട്ട്. ഒരു കാളതെ ഓടി വരുന്നുണ്ട് കേട്ടോ. ഇവർ ഈ റെഡ് കളർ കാണുമ്പോഴാണോ എന്തോ ഈ സ്പീഡിൽ ഓടുന്നത്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു, ഈ റെഡ് കളർ കാണുമ്പോൾ സ്പീഡ് കൂടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇഷാ ടെമ്പിളിൻ്റെ അടുത്ത് എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഫുൾ സ്റ്റാച്ചു ഉണ്ട് ശിവൻ്റെ. പിന്നെ ഇത് നമുക്ക് ഡെപ്പോസിറ്റ് കൗണ്ടറാണ്. നമ്മുടെ ബാഗും ഫോണും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. ഫ്രീ ആണ് കേട്ടോ, പൈസയൊന്നുമില്ല. നമ്മളത് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു അരമണിക്കൂർ ക്യൂ നിന്നിട്ടുണ്ടാവും. പിന്നെ ഇത് കണ്ടോ, ഇതാണ് ഇഷാ ടെമ്പിൾ. അകത്ത് ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് അവിടുത്തെ കാഴ്ചകളൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ നേരിട്ട് പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമാണ്. അകത്ത് കുറേ പേര് മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, യോഗ ചെയ്യുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, കാണാൻ അത്യാവശ്യമുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും പോയി കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെയാണ് നമ്മൾ മെയിൻ സംഭവത്തിലേക്ക് വരുന്നത്. ഒരു 7 മണിയോട് കൂടി എല്ലാവരും ഈ ഇരിപ്പാണ് അവിടെ. ഇപ്പോൾ സമയം ഒരു 6:30 ആയിട്ടുള്ളൂ. ഈ സമയത്ത് തന്നെ അവിടെ എല്ലാവരും വന്നിരിക്കും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദിവ്യദർശനം സ്റ്റാർട്ട് ആവാറായി. 7 മണിക്കാണ് ദിവ്യദർശനം. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിരിക്കും. ഒരു അരമണിക്കൂറിന് മേലെ ഉണ്ട് കേട്ടോ ദിവ്യദർശനം. നല്ല അടിപൊളിയാണ്. നമ്മൾ നേരിട്ട് തന്നെ പോയി കാണേണ്ട സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഞാനിതിൽ വീഡിയോയിൽ കുറച്ച് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ആ ലൈറ്റ്സിൻ്റെ ഇത് ഞാനൊരു 30 സെക്കൻഡൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. അത് ശരിക്കും ഒരു 12 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു സംഭവമാണ്. അത് നേരിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും പോയി കാണേണ്ടതാണ് കേട്ടോ, പറ്റുവാണെങ്കിൽ. ദിവ്യദർശനം അരമണിക്കൂറുണ്ട്. അതിലൊരു 12 മിനിറ്റ് ഫുൾ ഈ ലൈറ്റ് സെറ്റിംഗ് ആണ്. ഈ അർദ്ധനാരീശ്വരൻ്റെ രൂപമൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ കാണിക്കും. അതൊക്കെ ഒന്ന് നേരിട്ട് തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് കേട്ടോ. കുറച്ച് പോർഷൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്കത് കാണാം.
നമ്മൾ തിരിച്ച് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തി. ഓപ്പോസിറ്റുള്ള ആര്യാസിൽ തന്നെ നമ്മൾ വീണ്ടും കയറി. ഞങ്ങൾ മസാല ദോശയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ കയറി കഴിക്കുക. ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.